വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് രാവിലെയൊക്കെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഇതിൽ പരിപ്പോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. വെണ്ടക്ക ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. വെണ്ടക്ക ഇല്ലെങ്കിൽ ഇതിന് പകരം ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് മാത്രം വെച്ചിട്ടൊക്കെ ഈ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സാമ്പാർ പൊടിയുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. സാമ്പാർ പൊടി കരിഞ്ഞു പോയ പിന്നെ നമ്മുടെ സാമ്പാർ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വരെ ചുവന്നുള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തിട്ട് ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുളി പിഴിഞ്ഞ വെള്ളം ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും മറ്റുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഈ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം ഒരു 6-7 മിനിറ്റ് വരെ മാത്രം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു 7-8 വെണ്ട ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എണ്ണയിലിട്ട് വെണ്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല. ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും വെണ്ട നമുക്ക് സാമ്പാറിലേക്ക് ഇടാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് വെണ്ടക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വരെ ഇതിങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ നമുക്ക് തുറന്ന് നോക്കാം. 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ചുവന്നുള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വെണ്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് വരെ മാത്രം ഇതിങ്ങനെ വേവിച്ചാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തതായതുകൊണ്ട് വെണ്ട കൂടുതൽ സമയം വേവിക്കൊന്നും വേണ്ട. 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. നമ്മൾ ചേർത്തിരിക്കുന്ന വെണ്ട കറിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ഈ കറിയുമായിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കായം പൊടിയും കൂടി ചേർത്ത് മിക്സായി കഴിയുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. കറിയിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സാമ്പാറാണ്. നമ്മളിതിങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ കുറവൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ്. പക്ഷേ ചോറിന് ഇത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ്. കാരണം ഇത് അല്പം നേരിയ സാമ്പാറാണ്, അധികം കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അല്പം നേരിയ സാമ്പാറാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സാമ്പാറാണ്. പിന്നെ സാമ്പാർ പൊടി ഒരല്പം കൂടുതലിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിന് കൂട്ടാനും നല്ലത് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് എങ്ങനെയാണെങ്കിലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്